പ്രേംലാൽ, ഈ വൈദ്യുതി ഉപയോഗത്തിനെ സംബന്ധിച്ച് നിയന്ത്രണം വേണം എന്ന് ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത്. എത്രയോ നാളുകൾക്ക് ശേഷം ഇപ്പം അങ്ങനെ ഒരു വർത്തമാനം കേൾക്കുകയാണ്. വൈദ്യുതി നമ്മൾ നിയന്ത്രണം വേണം എന്ന് പുതിയ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നു. എന്താണ്, നമ്മൾ കടുത്ത വൈദ്യുത ക്ഷാമത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഈ സർക്കാർ അധികാരത്തിലേറുന്നതിന് തൊട്ട് മുമ്പ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലയളവിൽ ഒരു അപ്രഖ്യാപിത പവർ കട്ടൊക്കെ വന്നപ്പോൾ അതിൻ്റെ പേരിൽ വലിയ ട്രോള് ഏൽക്കേണ്ടി വന്നു. പക്ഷേ എന്തോ അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ചൂടിൻ്റെ കാലം കഴിയുന്നു, മഴക്കാലം തുടങ്ങുകയാണ്. അപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് കരുതിയത്. മഴ കിട്ടും, മഴയുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രശ്നം ക്രൈസിസ് മാനേജബിൾ ആണ് എന്നാണ് നമ്മൾ കരുതിയത്. അതെ. പക്ഷേ പുതിയ സർക്കാർ വന്നപ്പോഴും പവർ കട്ട് തുടരുന്നു. അപ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ഇടപെടുന്നത് ഇടതുപക്ഷ അനുഭാവികളാണ്. അവർ വലിച്ചു കീറി ഒട്ടിക്കാൻ തുടങ്ങി. അല്ല പ്രേമ, അതെ, അവരിപ്പോൾ ഇങ്ങനെ കയറി ഇടപെടുന്നില്ലേ? ഒരു പുതിയ സർക്കാർ, രാഷ്ട്രീയം രണ്ട് രാഷ്ട്രീയമാണ്. ഈ പഴയ സർക്കാരിനെ കുറ്റപ്പെടുത്താനായി ഇവർ പറയുകയാണ് എന്നാണോ ഈ ഇടത് സഹയാത്രിക? അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. വാസ്തവം എന്താ വെച്ചാൽ ഈ കറണ്ട് പോയി കഴിയുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് രാഷ്ട്രീയമോ ഒന്നുമില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഈർഷ്യത മാത്രമാണ്. അതിൽ രാഷ്ട്രീയം ഒന്നും ചിന്തിക്കില്ല. പോരാത്തതിനിപ്പോൾ ലോകകപ്പ് ഫുട്ബോളും നടക്കുന്നു. അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടത് 15 മിനിറ്റ് ഇടവേളയിലുള്ള വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയപരിധിക്കുള്ളിൽ എന്ന് പറഞ്ഞു. പക്ഷേ അത് ശേഷവും 12 മണിക്ക് കിടന്നുറങ്ങി, 12 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ, സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നവർക്ക് പോലും രാത്രി കറണ്ട് പോകുന്നു. അപ്പോൾ 15 മിനിറ്റിന്റെ ഇടവേളയിൽ നമ്മൾ നേരത്തെ കണ്ട് ശീലിച്ചത് അരമണിക്കൂർ ലോഡ് ഷെഡിങ്, പവർ കട്ട് എന്നൊക്കെ ആണെങ്കിൽ 15 മിനിറ്റിന്റെ ഇടവേളയിൽ 4 or 3 തവണയൊക്കെ പോകുമ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ വരെ കറണ്ട് കട്ട് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം വലിയ വൈദ്യുതി പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നു. അതിൻ്റെ കാരണം പൊതുജനങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവില്ല. കാരണം മഴ പെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് പവർ കട്ട് എന്നാണ് നമ്മൾ പൊതുവേ ചിന്തിക്കുക. പക്ഷെ വാസ്തവം എന്തെന്നാൽ നമ്മൾ കടുത്ത ഒരു വേനൽ കഴിഞ്ഞിട്ടാണ് ഈ മഴക്കാലത്തെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജൂൺ 1 മുതൽ കാലവർഷം സജീവമായി. ഇപ്പോൾ ജൂൺ അവസാനിക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ ഡാമുകളൊക്കെ ഒരുവിധ ഹെൽത്തി കണ്ടീഷനിൽ എത്തേണ്ടതാണ്. പക്ഷേ പതിവിന് വിപരീതമായിട്ട് കാലവർഷത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 or 5 ഇരട്ടി സമയത്തേക്ക് നല്ല പൊരിഞ്ഞ വെയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ കാലവർഷം സജീവമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ വന്ന കണക്കുകൾ പ്രകാരം നമ്മുടെ ജലസംഭരണികളിൽ, ഡാമുകളിലുള്ളത് അതിൻ്റെ സംഭരണ ശേഷിയുടെ 17% മാത്രം വെള്ളമുള്ളൂ. ഇപ്പോൾ ഈ സമയം, അതായത് കാലവർഷം തുടങ്ങി ഈ സമയം വരെ സാധാരണഗതിയിൽ 40% വരെ വെള്ളം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിലെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണ തോതിൽ ഉൽപ്പാദനം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാര്യം ഇപ്പം സാഹചര്യം ഇങ്ങനെയാണ്. എങ്കിൽ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൂ എന്നുള്ളൊരു നിലപാടിൽ എത്തിക്കഴിഞ്ഞാലുള്ള കുഴപ്പം ഈ സംഭരണ ശേഷിയുള്ള ജലം പെട്ടെന്ന് തീരും. അതല്ല, അത് മാത്രമല്ല, നമ്മൾ ഈ മാർച്ച് മാസത്തിലൊക്കെ, മാർച്ച് ഏപ്രിലൊക്കെ നമുക്ക് കറണ്ട് ഉപയോഗത്തിനായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ കറണ്ടുണ്ട്. ഈ വാങ്ങിയ കറണ്ട് തിരിച്ചു കൊടുക്കണ്ടേ, സമയത്തിന് തിരിച്ചു കൊടുക്കണ്ടേ? അതൊരു വലിയ വിഷയമല്ലേ? അതെ, അതിന് സ്വാപ്പ് കരാർ എന്നാണ് പറയുന്നത്. നമ്മൾ പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങിയത്. അതിൽ പഞ്ചാബിൽ നിന്ന് വാങ്ങിയ വൈദ്യുതി അതേപോലെ തിരിച്ചു കൊടുക്കണം. മറ്റേ ഉത്തർപ്രദേശിലാണെങ്കിൽ നമ്മൾ വാങ്ങിയതിൻ്റെ 105%, നമ്മൾ വായ്പ എടുത്താൽ പലിശ സഹിതം തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന പോലെ വാങ്ങിയതിനേക്കാൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് തന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഒരു ദിവസം പരമാവധി 300 മെഗാവാട്ട് വൈദ്യുതി വെച്ചാണ് നമ്മൾ ഈ 3 മാസങ്ങളിൽ വാങ്ങിയത്. അപ്പോൾ ഇനി നമ്മൾ ജൂൺ മുതൽ അടുത്ത സെപ്റ്റംബർ വരെ ഈ വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കണം. അപ്പോൾ കൂനിമേ കുരു എന്ന് പറഞ്ഞതുപോലെ കാര്യം നമ്മൾ പ്രതീക്ഷിച്ചത് കാലവർഷം സജീവമായി വരുമ്പോൾ പരമാവധി വൈദ്യുതി ഉൽപാദനം നടക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇനി ഏറ്റവും വലിയ പ്രശ്നം അതല്ല. സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാനം ഒരു വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതി കിട്ടുകയോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് പകരം വാങ്ങിക്കുകയൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യുക. ഇപ്പോൾ KSEBക്ക് യൂണിറ്റിന് 10 രൂപ വരെ മുടക്കിയിട്ട് വൈദ്യുതി വാങ്ങാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഉയർന്ന നിരക്കാണ്.
അപ്പോൾ അത്രയും കൊടുക്കാൻ നമ്മൾ അല്ല 4 രൂപ ചില്ലറ പൈസക്ക് വാങ്ങിക്കൊണ്ടിരുന്ന കറണ്ടാണ്, അതിപ്പോ 8-നോ 10-നോ വാങ്ങേണ്ട സ്ഥിതി എന്നാണ്. അല്ല, അതൊരു കരാറിന്റെ വ്യവസ്ഥ, അത് വേറൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചിട്ട് അല്ല, സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അതെ, ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ച് യൂണിറ്റിന് 10 രൂപ വരെ ആണെങ്കിലും കുഴപ്പമില്ല, ഈ അടിയന്തര സാഹചര്യം പരിഗണിക്കാനായിട്ട് അത് വാങ്ങാനായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വൈദ്യുതി കിട്ടാനില്ല. കാരണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ വൈദ്യുതി കിട്ടേണ്ടത്. അവിടെ ഈ എൽ നിനോ എന്ന് പറഞ്ഞ സാധനം വലിയ വില്ലനായി. അവിടെ അനിയന്ത്രിതമായ താപനില അനുഭവിക്കുന്നു അവിടെ ഉള്ളവർ. അപ്പൊ അവിടെ ഉള്ള ഒരു AC-യും അതേപോലുള്ളതൊക്കെ അവിടെ തന്നെ തികയുന്നില്ല, വൈദ്യുതി തികയുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്നിങ്ങോട്ട് വൈദ്യുതി കിട്ടാനുമില്ല. പിന്നെ ഒരു സാധ്യതയുള്ളത് ഇപ്പൊ കായംകുളം താപവൈദ്യുത നിലയം, അത് ഒരു വെള്ളാന പോലെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വർഷം 100 കോടി രൂപ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വൈദ്യുതി വാങ്ങിയാലും ഇല്ലെങ്കിലും ഈ 100 കോടി രൂപ അവിടുത്തെ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. കാര്യം കേരള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു സാധനമാണ്. നിങ്ങൾ വൈദ്യുതി നിങ്ങൾ വൈദ്യുതി വാങ്ങിയില്ലെങ്കിലും ഇല്ലെങ്കിലും ശരി 100 കോടി രൂപ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായ അടുത്ത ദിവസം മുതൽ നമ്മൾ വൈദ്യുതി തരാം. പക്ഷെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് 100 കോടി രൂപ ഒരു വർഷം കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ 2026 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ അത് 3 വർഷത്തേക്ക് കൂടി ആ കരാർ എക്സ്റ്റെൻഡ് ചെയ്യുക കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ വൈദ്യുതി വാങ്ങാമെന്ന് വെച്ചാൽ യൂണിറ്റിന് 16 രൂപ വരെ കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന നാഫ്തയാണ്. ഇപ്പൊ ആഗോള സാഹചര്യം അറിയാമല്ലോ, നാഫ്ത എന്ന് പറയുന്നത് ഒരു ഡീസലും സമാനമായൊരു ഇന്ധനമാണ്, അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് അത് ഉൽപ്പാദിപ്പിച്ച് വൈദ്യുതിയാക്കി മാറ്റുമ്പോൾ ഇത്രയും തുകയ്ക്ക് വാങ്ങിയാൽ നമ്മുടെ KSEBയെ സംബന്ധിച്ച് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ്. അതുകൊണ്ട് KSEB ഇപ്പോഴും കായംകുളം താപവൈദ്യുത നിലയത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പക്ഷെ അവിടെ അവർ തന്നെ കായംകുളം കായലിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടാണ്. അത് 92 മെഗാവാട്ടോ മറ്റോ ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് യൂണിറ്റിന് 2.5 രൂപ നിരക്കിൽ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ കായംകുളം താപവൈദ്യുത നിലയത്തിൽ നിന്ന് നമ്മളിപ്പോഴും വൈദ്യുതി വാങ്ങുന്നില്ല. നമുക്കിപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്നത് മറ്റ് സംസ്ഥാനങ്ങളെയോ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഗ്രിഡിനെയൊക്കെയാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവിടുന്ന് കിട്ടാത്തത് കൊണ്ട് 700 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ഒരു ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം നമുക്ക് വൈദ്യുതി കളയുകയെന്നല്ല. അത് മാത്രമല്ല പ്രേമേ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഈ സോളാർ വെച്ചിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ ഈ 1000 മെഗാവാട്ട് സോളാർ പദ്ധതി കുസുമം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി കൃഷി ആവശ്യത്തിന് ഇപ്പം നമ്മളെ വീട്ടിൻ്റെ മുകളിൽ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് വരുന്ന കറണ്ട് ഒരു 2 മണിക്കൂർ കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ബാക്കി വരുന്ന 6 മണിക്കൂറിലേക്കുള്ള കറണ്ട് നമ്മൾ ഈ പശുവിനെ വളർത്തി പാല് കറന്ന് വിറ്റ് കൊടുക്കുന്നില്ലേ, അതുപോലെ നമുക്ക് കറണ്ട് കൊടുക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അത്. കുസുമം എന്ന് പറഞ്ഞൊരു പദ്ധതി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊന്ന് പുരപ്പുറം എന്ന് പറഞ്ഞൊരു പദ്ധതി അവർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരപ്പുറം പദ്ധതി എന്ന് പറഞ്ഞാൽ ബോർഡ് നേരിട്ട് ചെയ്യുന്ന പദ്ധതിയായിരുന്നു. 7 കമ്പനികൾ അതിൻ്റെ ടെൻഡറിന് വന്നിരുന്നു. 2 ലക്ഷം പേരുടെ അപേക്ഷ ഇതിനുണ്ടായിരുന്നു. ഇതിന് ഇഷ്ടമുള്ള കമ്പനിയെ ഈ അപേക്ഷകർക്ക് സെലക്ട് ചെയ്യാം. 7 കമ്പനികളെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഇത് ആദ്യം പറഞ്ഞ പദ്ധതി എന്ന് പറയുന്ന കുസുമം എന്ന് പറയുന്ന പദ്ധതിയാണെന്നുണ്ടെങ്കിൽ അതിന് ഉദ്യോഗസ്ഥർ എതിർപ്പ് അറിയിച്ചിരുന്നു. അത് അനർട്ടിൻ്റെയും കൂടെ സഹായത്തോടെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടാമത്തേതാണെങ്കിലും ഇത് ഈ പറയുന്ന രീതിയിൽ സോളാർ പ്ലാന്റുകളുടെ കാര്യം നോക്കാനായിട്ട് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിരുന്നതാണ്. ഈ KSEB ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഇതൊന്നും നേരെ നോക്കാൻ സമയമില്ല. ഇത് ഈ സോളാർ വൈദ്യുതി പദ്ധതിയെക്കുറിച്ച് നമ്മൾ പൊതുവേ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണ എന്തെന്നാൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ എല്ലാ വീടിൻ്റെ മണ്ടയ്ക്ക് സോളാർ പാനൽ വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് നമ്മൾ പൊതുവേ ധരിച്ചു വെക്കും. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് 2492 മെഗാവാട്ട് വൈദ്യുതി ഒരു ദിവസം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു മാസം ഏതാണ്ട് 12,000 എന്ന തോതിൽ സോളാർ പ്ലാന്റുകൾ, അതായത് ഓരോ വീടിൻ്റെ മണ്ടയ്ക്കോ എങ്ങനെയാണേലും സ്ഥാപിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. ഇപ്പോൾ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ അനുകൂലമാണ്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, നമ്മൾ ഈ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു 20 വർഷം മുമ്പുള്ളൊരു കാര്യം നോക്കുക. എല്ലാ വീടുകളിലും മറ്റേ പഴയ ഫിലമെൻ്റ് ബൾബുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം CFL ലാമ്പുകൾ വന്നു. ഇപ്പോൾ LED-യുടെ കാലമാണ്. പണ്ട് ഒരു ബൾബ് കത്തിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, എന്നിട്ടും നമുക്ക് വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോളാറിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന 2492 മെഗാവാട്ട് വൈദ്യുതി നിലവിൽ
സോളാർ പാനലുകൾ വഴി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ കേവലം 11.43% മാത്രമേ ഗ്രിഡിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ വിനിയോഗിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഈ ഗ്രിഡിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വീടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവിടുത്തെ ഉപയോഗം കഴിഞ്ഞ് മിച്ചമുള്ള വൈദ്യുതി, അതായത് 2 തരത്തിലാണ് സോളാർ പാനലുകൾ പ്രവർത്തിക്കുക. ഒന്നുകിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അവിടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം. രണ്ടാമത്തത് നേരെ നമ്മുടെ KSEBയുടെ ലൈനുമായിട്ട് കണക്ട് ചെയ്യുക, ഓൺ ഗ്രിഡ് പദ്ധതി. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഓൺ ഗ്രിഡ് പദ്ധതിയിൽ പ്രകാരം നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ സാധാരണ ചെറിയ ചെറിയ വീടുകളിൽ പരമാവധി 5 കിലോ വാട്ട് വൈദ്യുതി വരെ 2 കിലോ വാട്ട് മുതൽ 5 കിലോ വാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംഗതിയുള്ളൂ. അപ്പോൾ അത് ആ വീട്ടിലെ ആവശ്യത്തിന് പോലും ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല. എന്നാൽ അതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ ഉണ്ടെങ്കിലേ ഈ പറയുന്ന രീതിയിൽ KSEBിക്ക് അതുകൊണ്ടുള്ള ഗുണമുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരെ നമ്മുടെ ലൈനിലോട്ട് കണക്ട് ചെയ്യണമല്ലോ. ആ ലൈൻ ചെന്ന് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ KSEB സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകൾക്കില്ല. ഒന്ന്. പിന്നെ ഈ പറയുന്ന സോളാർ വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത് എല്ലാ സമയവും ഒരേപോലെ നടക്കില്ല. ചിലപ്പോൾ നല്ല വെയിലുള്ള ദിവസം നല്ല രീതിയിൽ നടന്നേക്കാം, ചിലപ്പോൾ ഒരു കാർമേഘമുള്ള ദിവസമാണെങ്കിൽ നടക്കില്ല, മഴയുള്ള സമയമാണെങ്കിൽ തീരെയില്ല, രാത്രി സമയങ്ങളിൽ ഒട്ടുമില്ല. അപ്പൊ ഇതിലൊരു വേരിയേഷൻ ഉണ്ടാകും. ഈ വേരിയേഷനും നമ്മുടെ KSEBയുടെ ട്രാൻസ്ഫോമറുകളെ ബാധിക്കും. അപ്പൊ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏക സൊല്യൂഷൻ ഈ അതായത് അപ്പോൾ ഇങ്ങനെ അധികമായി വരുന്ന വൈദ്യുതി വെറുതെ പാഴായി പോകുന്ന അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സോളാർ സ്ഥാപിക്കുന്നത് കൊണ്ട് അതിന്റെ ഉടമസ്ഥന് പ്രയോജനം ഉണ്ടെങ്കിലും അതുകൊണ്ട് നാടിന് കാര്യമായ രീതിയിൽ പക്ഷെ അതിന്റെ മോണിറ്ററിങ് നമ്മൾ ഈ പറഞ്ഞില്ലേ, രാജസ്ഥാനിലാണ് ഈ പ്ലാന്റ് ഒക്കെ അവർ കൊണ്ട് വെച്ചിരുന്നത്. ഈ പറഞ്ഞ ആ രാജസ്ഥാനിൽ വെച്ചിട്ടുള്ള ആ പ്ലാന്റിനെ കുറിച്ചിട്ട് യാതൊന്നും തന്നെ ഈ ഉദ്യോഗസ്ഥർ തിരക്കുന്നില്ല. റെഗുലേറ്ററി കമ്മീഷന്റെ അടുത്ത് കറണ്ടില്ല കമ്മീഷൻ പറയണം, കറണ്ട് ഞങ്ങൾക്ക് വേണം, അതിന് നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ സംസാരിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ അടുത്ത് പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള മറുപടി എന്താ പറയത്തെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആകെ ഉദ്യോഗസ്ഥരെന്ന രീതിയിൽ പറയാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് കറണ്ട് വാങ്ങുക എന്നുള്ള ജോലിയെ അവർക്കുള്ളൂ. അല്ല, അതിന്റെ പ്രായോഗിക തലത്തിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോ ഈ മുക്കിന് സോളാർ പാനലുകൾ 1500 അതായത് 1500 മെഗാവാട്ട് സൗരോർജ്ജ ബാറ്ററി പദ്ധതി ഈ പ്രധാനപ്പെട്ട പദ്ധതി നടപ്പാകുന്നതേ ഇല്ല എന്നാ പറയുന്നത്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് നമ്മുടെ നാട്ടില് വെക്കുന്ന സോളാർ പാനലുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി, അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പകൽ സമയത്താണ് ഈ വൈദ്യുതി ഉൽപ്പാദനമൊക്കെ നടക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പകൽ സമയത്ത് KSEBക്ക് കറണ്ടിന്റെ ചെലവ് കുറവാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് ഉണ്ടല്ലോ, ആ സാധനം അത് നമുക്ക് ആ സമയത്ത് നിർത്തിവെക്കാൻ പറ്റില്ല. നമ്മുടെ ഉപഭോഗം കുറവാണ്. അത് അപ്പുറത്തേക്ക് കേന്ദ്ര ഗ്രിഡിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വാങ്ങിക്കാം, തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക്. അതായത് ചെലവ് കുറഞ്ഞ കറണ്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വൈകുന്നേരങ്ങളിൽ ഈ പറയുന്ന സോളാർ ഉൽപ്പാദനം നടക്കുന്നില്ല. പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് വൈദ്യുതിയുടെ ആവശ്യവും കുറവാണ്. അപ്പൊ ഈ ഏതായാലും സോളാർ പാനലിൽ സൂര്യൻ ഉദിക്കുന്നിടത്തോളം ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അപ്പൊ ആ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബാറ്ററി പ്രൊജക്ടിനെ കുറിച്ച് ആലോചിക്കുന്നത്. 6 സ്ഥലങ്ങളില് ബാറ്ററി, കേരളത്തിൽ തന്നെ 6 സ്ഥലങ്ങളിൽ അതില് 600 കോടി രൂപയാണ് മൊത്തം മുതൽ മുടക്ക്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമൊക്കെ ഉണ്ട്. ഏതായാലും ഈ പദ്ധതി ഈ അടുത്ത വർഷത്തോടുകൂടി 2027 ആണ് അതിന്റെ പൂർണ്ണ. 2024-25 ഈ പദ്ധതി ഉണ്ടാക്കി വെച്ചത്. അതെ, ഈ വർഷം അവസാനത്തോടു കൂടി അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമെന്ന് പറയുന്നു. 27 ഇത് നടപ്പാക്കപ്പെടുമെന്നും പറയുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പരിധി വരെ ഈ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകും. കാര്യം നമ്മളിപ്പോൾ 10 യൂണിറ്റിന് 10 രൂപ വരെ കൊടുത്ത് വാങ്ങാനായിട്ട് നമ്മളിപ്പോൾ റെഡിയാണ്. അപ്പോൾ ഈ ബാറ്ററി പരിപാടി വരികയാണെങ്കിൽ ഒരു 12 വർഷത്തേക്ക് ഈ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പോൾ അതുവരെ യൂണിറ്റിന് ഏതാണ്ട് 6 രൂപ താഴെയിൽ വൈദ്യുതി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 12 വർഷത്തിന് ശേഷം ഈ ബാറ്ററി മറ്റേ ലിഥിയം ബാറ്ററിയാണ്, അതിൻ്റെ പ്രവർത്തനക്ഷമത കുറയും. ഒരു 60-70% അത് കുറയും. എങ്കിലും കുറച്ച് കാലം കൂടി, ഒരു 10-15 വർഷം കൂടി ചിലപ്പോൾ ഓടിച്ചു പോകാൻ പറ്റും. 12 എന്നുള്ള ഒരു 15 വർഷം വരെയൊക്കെ പൂർണ്ണ തോതിൽ വരാം. അതിനുശേഷം അത് റീപ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഏതായാലും അതുവരെ നമുക്ക് ഇങ്ങനെ കള്ളനും പോലീസും കളിക്കുക എന്നല്ലാണ്ട്
വേറെ നിവൃത്തിയില്ല. പിന്നെ വേറൊന്നുകൂടെ നമുക്ക് ഇവിടെ പറയേണ്ടി വരും. മറ്റേത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ളതിനേക്കാൾ ശമ്പളം, ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നത് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരാണ്. അത് വേറൊരു ബാധ്യതയാണ്. കാര്യം ജോലി ചെയ്യുന്നവരെക്കാളും പെൻഷൻ പറ്റിയവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പെൻഷൻ ബിവറേജസിന്റെ കാര്യം ഇത് അതില് വരുമാനം ഉണ്ടാക്കുന്ന ബോർഡുകൾ അതനുസരിച്ചുള്ള വിഹിതവും ജീവനക്കാർക്ക് കൊടുക്കും. അത് സ്വാഭാവികമാണ്. നോക്കുമ്പോൾ KSEBയേക്കാൾ കൂടുതൽ വരുമാനവും ശമ്പളം ആനുകൂല്യവും ബിവറേജസ് കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ടാവും. അത് വേറെ കാര്യം, അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇനി മറ്റൊരു സംഗതി കൂടി, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ജലവൈദ്യുത പദ്ധതിയാണ് നമ്മുടെ ആശ്രയം. ഇപ്പം കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്ന സമയത്ത് പവർ കട്ടില്ലാത്ത 10 വർഷം ആഘോഷിച്ചായിരുന്നു വലിയ രീതിയിൽ. പക്ഷേ വാസ്തവം എന്തെന്നാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് 11.7 മില്യൺ യൂണിറ്റ് വൈദ്യുതി മാത്രമാണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് 88 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. അപ്പോൾ അതായത് 74.3 മില്യൺ യൂണിറ്റ് വൈദ്യുതി നമുക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണ്. കേന്ദ്ര ഗ്രിഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചില എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങുന്നതൊക്കെയാണ്. അപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങൾ പിണങ്ങിയാൽ അല്ലെങ്കിൽ അവിടെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ രാഷ്ട്രീയ കാലാവസ്ഥയും കൂടി കൂട്ടിക്കും. നമുക്ക് തരാൻ താല്പര്യമില്ലെന്നവർ തീരുമാനിച്ചാലും പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാസ്തവം. ഇനി മറ്റൊരു കൂടി ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ പ്രതിദിന ആവശ്യം അത് പരിഹരിക്കപ്പെടാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ പുതിയ നമുക്ക് ജലവൈദ്യുത പദ്ധതിയെ പറ്റുള്ളൂ. നമുക്ക് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനായിട്ട് നമുക്ക് സ്ഥലപരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട ഒരു സമ്മതിക്കത്തുമില്ല. രാഷ്ട്രീയമായ കാരണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി കൂടുതൽ അതിരപ്പള്ളി അടക്കമുള്ള പദ്ധതിയെക്കുറിച്ചൊക്കെ ആലോചിക്കാതെ നിവൃത്തിയില്ല. നമുക്ക് പരിസ്ഥിതി സ്നേഹം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങൾ പോകും. ഇനി ഒരു സാധ്യത വരുന്നത് ഈ കായംകുളം താപവൈദ്യുത നിലയം എന്ന് പറയുന്ന വെള്ളാനയെ അത് നാട്ടാനയാക്കാനായിട്ടുള്ള പരിപാടി വരുന്നുണ്ട്. അത് ഇപ്പം അവിടെ നാഫ്തയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ LNG, ഇപ്പം നമ്മുടെ ഈ പൈപ്പ് ലൈൻ വഴി വാതക കണക്ടിവിറ്റി എല്ലായിടവും ആയി വരുന്നുണ്ട്. അപ്പം അത് അവിടം വരെ എത്തുന്ന അതിൻ്റെ പൂർണ്ണതോതിൽ അത് സജ്ജമാകുന്ന സമയത്ത് അത് LNGയിലേക്ക് അത് മാറ്റും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ യൂണിറ്റിന് ഏതാണ്ട് 8.5 രൂപ നിരക്കിൽ വൈദ്യുതി നമുക്ക് കായംകുളത്തുനിന്ന് കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നിലവിൽ നമ്മുടെ KSEB വലിയ രീതിയിലുള്ള പ്രതിദിന നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാവപ്പെട്ടവർക്ക് ഇപ്പം ജലവൈദ്യുത പദ്ധതിയിലെ ഒരു യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ചിലവ് 1.5 രൂപ മാത്രമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഏതാണ്ട് 1.5 രൂപ, യൂണിറ്റിന് 1.5 രൂപ നിരക്കിലാണ് ഇപ്പോൾ വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ മാറാരോഗികളായിട്ടുള്ളവർക്കടക്കമുള്ളവർക്ക്. പക്ഷേ പ്രതിമാസ ഉപഭോഗം 250 യൂണിറ്റിൽ മുകളിലുള്ളവർക്കാണ് നമ്മൾ സ്ലാബ് നിശ്ചയത്തിൽ കൂടിയ നിരക്ക് അവിടെ നിന്ന് ഈടാക്കുന്നത്. ബഹുഭൂരിപക്ഷവും അല്ലെങ്കിൽ ഒരു വലിയൊരു വിഭാഗവും സാധാരണക്കാരാണ്. അവർക്ക് നമ്മൾ ഈ രീതിയിൽ ചെറിയ അളവിൽ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ വാങ്ങുന്ന വൈദ്യുതി ഇപ്പോൾ വില കൂടുതലാണ് എന്ന പേരിൽ ഇനിയും വൈദ്യുതി നിരക്ക് കൂട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ പ്രശ്നമുണ്ടാകും. അപ്പം നിലവിൽ ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ KSEBക്ക് നഷ്ടം സഹിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ വൈദ്യുതി വാങ്ങാതെ നിവൃത്തിയില്ല. യൂണിറ്റിന് 10 രൂപ നിരക്കിൽ വാങ്ങിയിട്ട് 6.5 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ 8 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്ന സ്വാഭാവികമായിട്ട് നഷ്ടമുണ്ട്. പിന്നെ അവരുടെ പ്രവർത്തന ചിലവ് എല്ലാം കൂടി നോക്കുമ്പോൾ വലിയ നഷ്ടമാണ് ഓരോ ഉപഭോക്താവിൻ്റെ പേരിലും KSEB ഇപ്പോൾ അനുഭവിച്ചത്. അതുപോലെ പ്രേമം, നമ്മളീ പറഞ്ഞ ബാറ്ററി പരിപാടി എന്ന് പറഞ്ഞില്ലേ, 6 സ്ഥലത്തെന്ന് പറഞ്ഞില്ലേ, ഇത് ഇവർ നേരെ മോണിറ്ററിങ് ചെയ്യുന്നില്ലെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അത് ഒന്ന് കണ്ണൂർ, ശ്രീകണ്ഠപുരത്ത്, കാസർഗോഡ് മുള്ളേരിയിൽ, പിന്നെ മലപ്പുറത്ത് മയിലാട്ടിയിൽ, അരീക്കോട്, തിരുവനന്തപുരത്ത് പോത്തങ്കോട്, ഇവിടെയൊക്കെ തന്നെ ഇത്ര മെഗാവാട്ട് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ട്. കണ്ണൂരാണെങ്കിൽ 500 പറയുന്നുണ്ട്. ഈ പറയുന്ന തിരുവനന്തപുരത്ത് ആണെങ്കിൽ 160 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് കടലാസിൽ മാത്രമേ ഉള്ളൂ. പദ്ധതിയൊക്കെ ഇട്ട് ഒപ്പിട്ടൊക്കെ വെച്ചതേ ഉള്ളൂ. ഇത് വേണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നോ കമന്റ്സ്. ഉദ്യോഗസ്ഥരുടെ അതിനെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത വിശ്വാസയോഗ്യമാണെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി അതിലൊരു 3 പ്ലാന്റോ മറ്റോ സജ്ജമാവും. പിന്നെ ഒരെണ്ണം വരാൻ പോകുന്നത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളത്ത് ആ മാലിന്യം കൊണ്ട് തള്ളുന്ന സ്ഥലം, അവിടെ ആ സ്ഥലം കേന്ദ്രീകരിച്ചൊരു മെഗാ പ്രൊജക്റ്റ് വരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അല്ല, അതിപ്പോൾ നമുക്ക് ചെയ്യാതെ നിവൃത്തിയില്ല. കാരണം നമ്മൾ പകൽ സമയത്ത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദനം ഇപ്പോൾ നമ്മുടെ സോളാർ പ്ലാന്റുകളെല്ലാം കൂടി ഉള്ളത് കൊണ്ട് പകൽ സമയത്ത് ഉൽപ്പാദനം കാര്യമായി ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. പദ്ധതികളൊക്കെ അവർ 2024-25 ആ പദ്ധതി ഒപ്പിട്ടത്. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പൊ പറയാൻ പേരുകളൊക്കെ തന്നെ ഭയങ്കര പേരുകളാണ്. കേന്ദ്ര പദ്ധതി തന്നെ നമ്മുടെ ഒരു സർക്കാർ നടപടിക്രമം അത് എത്രത്തോളം കാലതാമസം എടുക്കും
അതിന് എത്രത്തോളം അല്ല, ഇത്രയും ശമ്പളവും ഇത്രയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ അല്ല ചേട്ടാ, ഇതിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയാണ് പ്രധാനം. ഒരു കാര്യം തീരുമാനിക്കാതെ നടപ്പിലാക്കപ്പെടാൻ ഈ പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലൊക്കെ പറയാൻ എളുപ്പമാണ്. കേരളത്തിൻ്റെ അനുഭവത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതി ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയെന്ന് കൊട്ടിഘോഷിക്കുന്ന സാധനം സമയബന്ധിതമായി പൂർത്തിയാക്കിയ ചരിത്രമുണ്ടോ? അപ്പോൾ അത് ഇവിടെ അതിപ്പോൾ ഏത് മുന്നണി ഭരിച്ചാലും എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. അവർ ഇച്ഛാശക്തിയോടുകൂടി ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും നിലവിൽ ഇത് നമ്മുടെ മുമ്പിൽ ഒരു അടിയന്തര സാഹചര്യം വന്നു. കാരണം കാലാവസ്ഥാ വ്യതിയാനം നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് എത്ര വിശദീകരിച്ചു കൊടുത്താൽ എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ പ്രശ്നം അത് എൽനിനോ നമ്മളെ ചതിച്ചേക്കുക. കാര്യം നമുക്ക് വൈദ്യുതി സമയത്തിന് നമ്മുടെ മഴയിലുള്ള കുറവ് നമ്മളെ ബാധിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം ഈ പറയുന്ന ഡാമിൽ വെള്ളം എത്രത്തോളം കുറഞ്ഞ് നമ്മളെ ബാധിച്ചു തുടങ്ങും. അത് ബാധിക്കണമെങ്കിൽ അടുത്ത വേനൽക്കാലം വരണം തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ എൽനിനോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ പ്രശ്നമാണ് നമ്മളെ ഈ വൈദ്യുതിയുടെ രൂപത്തിൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരിതങ്ങൾ നമ്മളും പേറാൻ പോവുകയാണ്. അപ്പോൾ ഇനിയും ഈ എന്താ പറയുക, ഈ ഒച്ചിഴയുന്ന വേഗത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഈ ന്യായവാദങ്ങളൊന്നും വിലപ്പോകാത്ത സമയം വരും. അവസാനം സാധാരണക്കാരന്റെ പിടലിക്കല്ലേ കൊണ്ടുപോകും. അല്ല, അത് വരും. അതിപ്പോൾ KSEBിയിൽ വലിയ താമസമില്ലാണ്ട് ഇപ്പോൾ ഉണ്ടായ ഈ വരുമാന നഷ്ടം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നഷ്ടം, അത് നികത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് താമസിയാതെ ആ ബില്ലിൽ അതും കൂടി ചേർത്തൊരു ചാമ്പങ്ങ് ചാമ്പ് അതെ അതെ അത് ഉടനെ ഉണ്ടാവും. നമ്മുടെ വൈദ്യുതി ബില്ലിൽ ഉണ്ടാവും.